ഹലോ, ഞാൻ ഇന്ന് എൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് റുട്ടീൻ കാണിച്ചു തരാനായിട്ട് വന്നതാണ്. ഇതിനെ വേണമെങ്കിൽ സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ റുട്ടീൻ എന്നും പറയാം. ഞാൻ ഈ റുട്ടീൻ വീക്ക്ലി വൺസ് ചെയ്യാറുണ്ട്. ഓൾസോ ഡാൻഡ്രഫ് ഒന്ന് തല പൊക്കി തുടങ്ങുമ്പോഴേ ഞാൻ ഇത് ചെയ്യും. കാരണം മുളയിലെ നുള്ളണമെന്നാണല്ലോ ചൊല്ല്. അപ്പോൾ എങ്ങനെ തുടങ്ങുമല്ലേ? എന്ത് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഞാൻ എൻ്റെ ഹെയർ നന്നായിട്ടൊന്ന് ഡീടാങ്കിൾ ചെയ്യും. നെക്സ്റ്റ് ഞാൻ സ്കാൽപ്പ് ഒന്ന് ഫിസിക്കലി എക്സ്ഫോളിയേറ്റ് ചെയ്യാറ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബൺ സ്റ്റിക്ക് ആണ്. നിങ്ങളുടെ ഉള്ള എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ള ടൂൾസ് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഓർക്കുക, ഫിംഗർ നെയിൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ടോ ഒരുപാട് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. സ്കാൽപ്പ് ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ഹെയർ ഫാൾ ഉണ്ടാക്കാനും അതൊരു കാരണമാകും. എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ മുടി നനയ്ക്കുക ചെയ്യുന്നത്. ഞാൻ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു സ്കാൽപ്പിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പ്രേ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാറ്. അല്ലാതെ വെള്ളം കൊരിയൊഴിച്ച് ഇവിടെ അത്ര നനയ്ക്കുകയാണെങ്കിൽ ഇവിടുത്തെ പോരാളി തന്നെ കൊല്ലും. മുടി നന്നായിട്ട് നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു അപ്ലൈ എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് സ്കാൽപ്രോഡ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഇത് ഒട്ടുമിക്ക ഫാർമസ്യൂട്ടിക്കൽസിൽ അവൈലബിൾ ആണ്, ആമസോണിലും അവൈലബിൾ ആണ്. ഇതൊരു ഡാൻഡ്രഫ് പ്രോൺ സ്കാൽപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് എല്ലാം പണ്ട് തൊട്ട് എന്റെ കൂടപ്പുറപ്പുകളായിരുന്നു. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ എനിക്ക് വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ സ്കാൽപ്രോഡ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. ഈ ഷാമ്പു അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള ഒരു സിലിക്കൺ മസാജർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും ലൈറ്റ് ആയിട്ട്. അത് എനിക്ക് കുറച്ചുകൂടെ വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് വേറെ ഒന്നുമില്ല, ഒരു 2 to 5 minutes എങ്കിലും അറ്റ്ലീസ്റ്റ് സ്കാൽപ്പിൽ വെക്കുക, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. സ്കാൽപ്രോഡ് ഷാമ്പു ഒരു ഡെയിലി ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. കണ്ടീഷനിങ് ബേസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട്. കാരണം എന്റെ ഹെയർ ഡ്രൈ ഔട്ട് ആവാറുണ്ട്. ഒരുപാടല്ല, എന്നാൽ പോലും ഡ്രൈ ഔട്ട് ആവാറുണ്ട്. സോ നിങ്ങളുടെ ഹെയറിന്റെ കണ്ടീഷൻ അനുസരിച്ച് കണ്ടീഷണർ യൂസ് ചെയ്യണോ വേണ്ടതെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഒരുപാട് ഡാൻഡ്രഫ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ വീക്കിൽ ഒരു 2 to 3 times എങ്കിലും ഈ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അത്രേ ഉള്ളൂ. ഇതുപോലുള്ള ഹെയർ കെയർ ടിപ്സ് വേണമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും സേവും ചെയ്ത് എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ. ഓക്കെ, ബൈ.